வணக்கம். நம்ம இப்போ கேரளாவில் வந்து ஒரு கஸ்டமர் நம்ம பார்க்க வந்திருக்கோம். இங்கே வந்து நம்ம வந்து டபுள் ட்ரம் முறுக்கு மிஷின் ஃபுல்லி ஆட்டோமேட்டிக் கொடுத்துருக்கோம். அந்த மிஷின் நம்ம எப்படி இருக்குன்னு நம்ம பார்க்கலாம் வாங்க. ஏட்டா வணக்கம் ஏட்டா, நல்லா இருக்கா? நல்லா இருக்கேட்டா. ஏட்டா நமஸ்காரம். ஏட்டா நமஸ்காரம். ஏட்டா நம்ம കമ്പനി எப்போ സ്റ്റാർട്ട് பண்ணது? നമ്മൾ ഏകദേശം ഒരു 89 നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും. சரி, 89. அப்புறம் நம்ம என்னென்ன ப்ராடக்ட்ஸ் எல்லாம் நம்ம இங்கே பண்ணுறோம்? നമ്മൾ ഒരു 10-20 ഐറ്റം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. ചിപ്സ്, കപ്പ, മുറുക്ക്, അച്ചപ്പം, ചീട, പിന്നെ തട്ടമുറുക്ക്. சரி ஏட்டா. ലേശം നമ്മൾ ഇനി പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യും. നമ്മൾ പാർട്ടീൻ്റെ റെഫറൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ചെയ്താലും നമ്മൾ டிசைன் செய்து கொடுக்கும் ப்ராடக்ட். சரி, ஏது ப்ராடக்ட் எல்லாம் நம்ம வந்து எங்கெங்கெல்லாம் அனுப்புது? നമ്മൾ ഏകദേശം മിഡിൽ ഈസ്റ്റ് ഉണ്ട്, USA, UK, ഓസ്ട്രേലിയ, ജർമ്മനി. சரி ஏட்டா. ஓகே. இப்போ நம்ம மெஷின் வந்து நம்ம கோயம்புத்தூரில் வந்து வாங்கினீங்க, கேரளாலேருந்து அவ்வளோ தூரம் வந்து வாங்கியிருக்கீங்க. அதை பற்றின ஃபீட்பேக் கொடுத்தீங்கன்னா நல்லாயிருக்கும். എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ പർപ്പസിനനുസരിച്ചിട്ട് അവർ ചെയ്തു തരും. പാർട്ടീൻ്റെ റെഫറൻസ് അനുസരിച്ച് അവർ ചെയ്തു തരുന്നതുകൊണ്ട് നമ്മളെ കോയമ്പത്തൂർ കൊടുക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ കോയമ്പത്തൂർ ഡിപ്പെൻഡ് ചെയ്യുന്നു. இப்போ நம்ம இந்த ஆட்டோமேட்டிக் இந்த கன்வேயர் முறுக்கு மிஷின் நீங்கள் வாங்கியிருக்கீங்க, இதில் வந்து எப்படி மணிக்கு என்ன ப்ரொடக்ஷன் எடுக்கிறீங்க, அதை பற்றின டீட்டெயில்ஸ் சொன்னீங்கன்னா நல்லா இருக்கும். മണിക്കൂറിൽ ഇപ്പം നമ്മൾ ഇതിൽ ഇപ്പോൾ ഒരു 100 കിലോ ഒരു മണിക്കൂറിൽ പ്രൊഡക്ഷൻ ആവുന്നുണ്ട്. சரி ஏட்டா. സർവീസും കാര്യങ്ങളെല്ലാം വളരെ പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. சரி ആ സമയത്ത് അവർ കറക്റ്റായി ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എല്ലാം നമ്മൾ ആ റിലേഷൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ രീതിയിൽ അവർ ചെയ്തു തരുന്നുണ്ട്. சரி ஏட்டா. இப்போ உங்களுக்கு அடுத்த ஜென்ரேஷன்ஸ் எல்லாம் வராங்க, அவங்களாம் பிஸ்னஸ் பண்ணுறாங்க. അവരെ ജനറേഷൻ നമ്മളിപ്പോൾ പിന്നെ മക്കളെ നമ്മളെ ഇത് ഉൾപ്പെടുത്തിയിട്ട് നമ്മളവർ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷനിലേക്ക് അവരെ കൂടുതൽ നമ്മൾ ഇൻവോൾവ് ആക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാലും മാത്രമല്ല ഈ ക്വാളിറ്റി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവർ മാക്സിമം ഇതിലേക്ക് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അവരെ പുറത്തേക്ക് നമ്മളെ അയച്ചിട്ട് മാർക്കറ്റ് കൂടി സ്റ്റഡി ചെയ്യാൻ വേണ്ടി അവരെ പറഞ്ഞേക്കുന്നുണ്ട് ഇപ്പോൾ അതിന് വേണ്ടി. சரி. പിന്നെ അത് മാത്രമല്ല മകനെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ഈ ഫുഡിന്റെ ടെക്നോളജി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെ വിദേശത്തേക്ക് അയക്കാനുള്ള പരിപാടി കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിനൊന്നും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. சரி ஏட்டா. இந்த மாதிரி அட்வான்ஸ்டு மெஷின்ஸ் யூஸ் பண்ணுறாங்கல்ல, அதுக்கும் மேனுவலாக பண்ணுறாங்கல்ல, அதுக்கு ஏதாவது டேஸ்ட் டிஃப்ரென்ஸ் ஏதாவது இருக்கா? ഇല്ല, ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻ ക്ലിയർ ആണെങ്കിൽ ടേസ്റ്റ് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ടൈമിങ് ഒരുപാട് വരുന്നുണ്ട്. അന്നേരം മാവ് നമ്മളതിന്റെ വേസ്റ്റ് ആയി പോകും. ഇതിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനടി നമുക്ക് സാധനം പ്രൊഡക്ഷൻ ആവും. മാവ് അധിക സമയം വെക്കണ്ട. അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റിയിൽ കിട്ടുന്നത് നമുക്ക് അത് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയാണ്. ഇത് മിഷനറിയിലാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് പോകുന്നത് അതിനൊരു മാറ്റം. ടേസ്റ്റ് കൂടിയ ഇതിന് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതിനേക്കാളും നീറ്റായിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയൊക്കെ ലോഡ് ഇതിൽ എടുക്കാൻ പറ്റും മിഷനറിയിൽ. പക്ഷെ മാനുവലായിട്ട് ഒരു പരിധിയിൽ നമുക്ക് ലോഡ് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ പ്രശ്നം കൂടി ഉണ്ട്. மெஷின் நம்ம முறுக்கு மிஷின் யூஸ் பண்ணுறேன்ல ஏட்டா, இதனால வந்துட்டு உங்களுக்கு இதுக்கு முன்னாடி நீங்கள் முறுக்கு போட்டுருந்தா இல்லை இப்போ தான் இந்த மிஷின் வாங்கினதுக்கப்புறம் தான் മുറുക്ക് പോടാൻ ആരംഭിച്ചീங்களா? അല്ലല്ല, നമ്മൾ മാനുവലായിട്ട് കുറേ വർഷം നമ്മൾ മാനുവലായിട്ട് ചെയ്തു. ശേഷം ഒരു 10-30 വർഷത്തോളം മാനുവലായിട്ട് നമ്മൾ ചെയ്തതാണ്. പിന്നെ നമ്മൾക്ക് കൂടുതൽ നമുക്ക് എൻക്വയറി വരാൻ തുടങ്ങിയ ശേഷം നമ്മൾ മിഷനറി കുറിച്ച് ചെയ്തു. പക്ഷെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ ഒരുപാട് സമയം വന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. പക്ഷെ നമ്മളൊരു 15 വർഷം മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യമായിരുന്നു.
പക്ഷെ നമുക്ക് അതിനനുസരിച്ച് മെഷീനറിയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയില്ല, മാർക്കറ്റിലേക്ക് ഇറങ്ങാനും പറ്റില്ല. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം നമ്മൾ പുതിയ ബ്രാൻഡായിട്ട് ഇപ്പം കിലോത്തുള്ള ബ്രാൻഡിൽ ഇപ്പം നമ്മൾ ഇറക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. ശരിയേട്ടാ. പക്ഷെ നല്ല ഇതാണ് കിട്ടാൻ തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇനി പ്രൊഡക്ഷൻ ഇതും മതിയാവുന്നില്ല. മെഷീനറി ഇനിയും കൂടുതൽ ഉണ്ടാക്കേണ്ട അവസ്ഥ വരാൻ പോകും. അതിനെക്കുറിച്ച് പ്ലാൻ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. சரிண்ணா. ஏட்டா இப்போ நம்ம உங்கள் கம்பெனி பேர் எந்த நேமில் நம்ம எக்ஸ்போர்ட் பண்ணுறோம் அதெல்லாம் சொன்னீங்கன்னா கொஞ்சம் நல்லாயிருக்கும். നമ്മളെ കൂടുതലായിട്ടും മറ്റുള്ള കമ്പനികൾക്ക് നമ്മളെ കൊടുക്കുകയാണ്. നമ്മളെ ബ്രാൻഡിൽ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ പുതിയതായിട്ട് നമ്മളെ ബ്രാൻഡിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ ബ്രാൻഡ് ഇതുവരെ പോയിട്ടില്ല. ലോക്കലിൽ നമ്മൾ കേരളം മുഴുവൻ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. சரி ஏட்டா, ரொம்ப நன்றி. நீங்கள் மெஷின் வாங்கி இன்னும் நல்லா பண்ணணும். உங்களுக்கு மேலே எந்த மிஷின்ஸ் மேனுவலாக பண்ணிட்டு இருக்கிறத மிஷினாக பண்ணணும்னா அதெல்லாமே எங்களுக்கு சொல்லுங்கள். நாங்கள் எங்களால் முடிஞ்ச அளவுக்கு அதை அட்வான்ஸ் பண்ணி உங்களுக்கு நாங்கள் பண்ணித்தரோம். ஓகே, நன்றி.